നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കടകം 1. വിശ്വാസികൾ ഏറെ ഭക്തിയോടെയും ആത്മീയ പ്രാധാന്യത്തോടെയും ആചരിക്കുന്ന രാമായണ മാസത്തിനും ഇതോടെ തുടക്കമായി. കർക്കടകം മുഴുവൻ വീടുകളിലും ക്ഷേത്രങ്ങളിലും തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്ന പതിവാണ് നൂറ്റാണ്ടുകളായി തുടരുന്നത്. കർക്കടക മാസത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ രാമായണം പൂർണ്ണമായി വായിച്ചു തീർക്കുന്നതാണ് പതിവ് രീതി. തോരാമഴ പെയ്യുന്ന കർക്കടകം കൃഷി ഉപജീവനമായിരുന്ന മലയാളിക്ക് കള്ളക്കർക്കടകവും പഞ്ഞക്കർക്കടകവുമാണ്. ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന കർക്കടകത്തിന്റെ കാഠിന്യം രാമായണ പാരായണത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ക്ഷേത്രങ്ങളിൽ രാമായണ പ്രഭാഷണങ്ങൾ, ഭജന, പ്രത്യേക പൂജകൾ എന്നിവ ഈ മാസം നടത്തപ്പെടുന്നു. മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കടക വാവുബലിയും ഈ മാസം നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കടകം. ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കടക കഞ്ഞി സേവിക്കുന്നതും ഈ മാസം മലയാളികളുടെ ശീലങ്ങളിൽപ്പെട്ടതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി ബിന്ദു കൃഷ്ണയും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. രണ്ടു മന്ത്രിമാരും ഇന്നലെ രാത്രിയോടെ ഗുരുവായൂരിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ ശീവേലി കണ്ടു തൊഴുതു. ചെന്നിത്തല സോപാനത്ത് കദളിക്കുല സമർപ്പിച്ചു. ഉപദേവന്മാരെയും കാര്യാലയ ഗണപതിയെയും തൊഴുതാണ് ദർശനം പൂർത്തിയാക്കിയത്. മന്ത്രിമാരെ കാണാൻ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ പ്രവർത്തകരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ദർശനം കഴിഞ്ഞ് രാവിലെ 9ഓടെയാണ് ഇരുവരും മടങ്ങിയത്. തൃശൂർ റേഞ്ച് DIG ടി നാരായണൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ V സുരേഷ്, ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. കടവല്ലൂർ കല്ലുംപുറത്ത് KSRTC ബസും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. വാനിലുണ്ടായിരുന്ന 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കല്ലുംപുറം ഖമർ പാലസിന് സമീപം അപകടം നടന്നത്. തിരുവല്ലയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസും കാസർഗോഡ് നിന്നും കോട്ടയത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് പാതയോരത്തെ സുരക്ഷാ തൂണുകളിൽ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഹൈവേ പോലീസും കുന്നംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചു. കുന്നംകുളത്തു നിന്നും എത്തിയ ഫയർഫോഴ്സ് റോഡിന് കുറുകെ കിടന്ന പിക്കപ്പ് വാൻ നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. +1 പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. 3 മണിയോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലം അറിയാം. 2 തവണ നീട്ടിവെച്ച ശേഷമാണ് ഇന്ന് ഫലം പ്രഖ്യാപിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഗൾഫിൽ പരീക്ഷ കൃത്യസമയത്ത് നടത്താനായിരുന്നില്ല. ഈ മേഖലയിൽ പ്രത്യേകമായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫലപ്രഖ്യാപനം. ഇന്തോനേഷ്യയിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ബിനോജിനൊപ്പം 5 പേർ കൂടിയുണ്ടായിരുന്നു. ഇവർ മനുഷ്യരല്ല, തന്റെ അരുമകളായ 5 വളർത്തുമൃഗങ്ങളാണ് എന്നതാണ് പ്രത്യേകത. ഓമനിച്ചു വളർത്തിയ 2 പട്ടികളെയും 3 പൂച്ചകളെയുമാണ് ചങ്ങരംകുളം സ്വദേശി ബിനോജ് അവധിക്ക് വരുമ്പോൾ കൂടെ കൂട്ടിയത്. ഇന്തോനേഷ്യയിൽ IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് അവധിക്ക് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ വളർത്തുമൃഗങ്ങളെ ദീർഘകാലം പിരിഞ്ഞിരിക്കാനുള്ള വൈകാരിക വിഷമവും അവയോടുള്ള സ്നേഹവുമാണ് വലിയൊരു സഖ്യം ചെലവിട്ട് ഇവരെയും ഒപ്പം നാട്ടിലേക്ക് കൂട്ടിയത്. ട്വിക്സ്, ഷാലി എന്നീ പട്ടികളെയും ബെല്ലി, മില്ലി, ഉനോ എന്നീ പൂച്ചകളെയും പ്രത്യേക തരത്തിലുള്ള പെട്ടികളിലാക്കിയാണ് മലേഷ്യൻ എയർലൈൻസിൽ കൊച്ചിയിലെത്തിച്ചത്. ഹോങ്കോങ്ങിൽ ജോലി ചെയ്തിരുന്ന കാലം മുതൽ 7 വർഷമായി ബെല്ലയും മില്ലിയും ബിനോജിനൊപ്പമുണ്ട്. തന്റെ അരുമകളെയൊന്നും വില കൊടുത്ത് വാങ്ങിയതല്ല. ഉടമസ്ഥർ ഇല്ലാതായപ്പോൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളവയും ഓരോ സാഹചര്യത്തിൽ തന്നോടൊപ്പം ചേർന്നവയുമാണ് ഇവയെല്ലാം. അവധി കഴിഞ്ഞു മടങ്ങുമ്പോൾ തന്റെ അരുമകളെ കൂടെ കൂട്ടണമെന്നും ബിനോജ് പറഞ്ഞു. തിരിച്ചു പോവാന്നുള്ള ഒരു ആലോചന തൽക്കാലം ഇല്ല. നാട്ടിൽ നിൽക്കാന്നുള്ള പ്ലാനാണ്. പക്ഷെ എപ്പോഴേലും പോവുകയാണെങ്കിൽ തീർച്ചയായും അവരെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നോക്കാൻ ആളില്ലല്ലോ. അപ്പോൾ അടുത്തത് എവിടെയാണോ അവിടേക്ക് അവർ പോകും. ഇല്ല, കാറ്റ്സ് കൂടുതൽ ഉള്ളിൽ തന്നെയാണ്. അവർക്ക് പുറത്ത് അധികം പറ്റില്ല. അവർക്ക് കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. ഡോഗ്സിന് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഒരാൾ ഓൾറെഡി കുറച്ച് വിന്റർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള ഡോഗാണ് ഇന്തോനേഷ്യയിൽ തന്നെ. മറ്റാൾ നോർമലി സമ്മർ ഏരിയയാണ്. പക്ഷെ നമ്മുടെ ഇവിടെയും കാലാവസ്ഥ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇണങ്ങി പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചരമം. പഴഞ്ഞി ഐനൂർ പരേതനായ ഈയുക്കുട്ടി മകൻ ജോയ് നിര്യാതനായി.
70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.